ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സെൽഫ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സലാത്തുണ്ട്. അപ്പം നമ്മളിന്ന് കൊണ്ടുപോണത് സേമിയനാണ് കേട്ടോ, ഒന്ന് പായസം. അപ്പം ഞാനിതേപോലത്തെ സേമിയനില്ലേ, കുനാഫയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലത്തെ അതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. സേമിയ ഇപ്പോൾ ഏത് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാമല്ലോ, പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇതാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമ്മളിങ്ങനെ ഇതാവൂലേ, അതേപോലെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജൗവരി ഉണ്ട്. ജൗവരി, പിന്നെ 2 പാക്കറ്റ് പാലും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ പായസം ഇന്ന് സലാത്തിലേക്ക് കൊടുക്കാനുള്ളതാണ്. എന്തായാലും നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസം നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയനൊക്കെ ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ജൗവരി ഒന്ന് കഴുകണം. ചിലർ പറയും ഇതിന് സാബൂനരി, ചിലർ പറയും ഇതിന്, ഞങ്ങളവിടെയൊക്കെ അതിന് ജൗവരി എന്നാണ് പറയട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴുകിയിട്ട് ഒരു പാല് തിളക്കണ സമയം വരെ ഒന്ന് കുതിർത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അവിടെ കുതിരാൻ വെക്കട്ടെ. നമുക്ക് സേമിയനൊന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ചെമ്പട്ടി തന്നെ വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫസ്റ്റ് നമുക്ക് വറക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച സേമിയ നമുക്ക് ഇതിൽ കൊടുക്കാം. ഇതൊന്ന് ചെറുമട്ടത്തിൽ, ഇത് ഓൾറെഡി ഇത് വറുത്തിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ നമുക്ക് എന്നാലും ഇതൊന്ന് വറുത്തിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ സേമിയന് ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇല്ല പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പാലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതേപോലത്തെ കുറച്ച് വെള്ളം, ഒരു ഡപ്പ വെള്ളം വേണം കേട്ടോ. പാലൊറ്റക്ക് പായസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തള വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര, നമ്മളെ കുതിർത്തി വെച്ചില്ലേ സാബൂനരി, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ആ പാല് തിളക്കണ അടുപ്പത്ത് വെച്ചിരിക്കല്ലേ. അപ്പോൾ നമ്മൾക്കിതിലൊരു 10 ഏലക്കായ, പിന്നെ ഒരു 1/2 സ്പൂണ് ജീരകം. അപ്പോൾ ഇതിൽ കൂടെ ജീരകം ഇട്ട് കുടിച്ചാൽ നല്ലൊരു മണക്കാരൻ പായസം കേട്ടോ. നമ്മളെല്ലാവരും കൂടി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിക്കുക. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നാലും അത് ഈ ഏലക്കായ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ പഞ്ചസാരയും ഏലക്കായ ജീരകം ഒക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും ഏലക്കായയും ജീരകം കൊണ്ട് പൊടിച്ചുണ്ടല്ലോ, ഇത് തുറന്ന് നോക്കുമ്പോൾ മക്കളെ എന്താ ഒരു മണച്ചിട്ട ഏലക്കായുടെ ഒറ്റക്കല ജീരകം കൂടി ആവുമ്പോഴില്ലേ അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ എടുത്ത് വെച്ചില്ലേ, നമ്മൾ കുതിർത്തി വെച്ച ജൗവരി ഇട്ട് കൊടുക്കാം. പോരുന്നില്ലാതെ കുതിർന്നിക്കല്ലേ, അപ്പോൾ നമുക്ക് കയ്യിലേറ്റ് ഇട്ട് കൊടുക്കാം. ജൗവരി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ, അവിടെ ഇവിടെയും കട്ട പിടിക്കാതിരിക്കാൻ. ജൗവരി കുതിർത്ത് കാരണം നമുക്ക് വേവ് കുറച്ച് മതി കേട്ടോ, ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ജൗവരി വെന്തിട്ടുണ്ടാവും. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് പഞ്ചസാര. തിളച്ച് വരട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ പായസം ഏകദേശം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന് രുചി കൂട്ടാൻ ഞാനൊരു സാധനം ഇതിലിടുന്നുണ്ട്. എല്ലാവരും ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പഞ്ചസാര ഒറ്റക്കല്ല ഞാൻ ഇടുന്നത്. പഞ്ചസാര ഒറ്റക്ക് ഇട്ടാൽ പായസത്തിന് ഒരു പ്രത്യേക ഒരു രുചി കിട്ടൂല. അപ്പോൾ നമ്മൾ രണ്ടച്ച് ശർക്കര അതിലിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഇടുമ്പോൾ നന്നായിട്ട് അടിപൊളി ടേസ്റ്റ് ഒരു കാര്യം. ഈ ശർക്കരയും പഞ്ചസാരങ്ങൾ രണ്ടും പാടെ കൂടിയിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കാത്തവരാച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കുള്ളൂ മക്കളെ, വേറെ ലെവലേക്കാരം. ഒന്ന് ഉരുകി വരട്ടെ. ഇനി നമുക്ക് മെയിൻ സാധനങ്ങൾ നമുക്ക് ഇടാൻ കേട്ടോ. നമ്മളെ പായസം ഏകദേശം ആകാരായിട്ടുണ്ട്. നമ്മളെ പായസം ഇതാ കുറുകി വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പാകത്തിനാക്കിയിട്ടുണ്ട്. ഈ ശർക്കര രണ്ടച്ചും കൂടി ഇതിൽ അരിയാണ് കേട്ടോ. അപ്പം അതും കൂടി അരിഞ്ഞ് വന്നാൽ നമ്മൾ ഏലക്കായ, പഞ്ചസാര, ജീരകം അത് പൊടിച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റിക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായ, ജീരകം ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുടിക്കാൻ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.